വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് chess.comലെ ട്രാഷ് ടോക്കേഴ്സിന് അടുത്ത പ്ലെയറായ സമാന്ത എന്ന് പറഞ്ഞ പ്ലെയറാണ് ഗൈസ്. ഈ പ്ലെയറിന് 1300 കിലോയാണ് ഗൈസ്. കഴിഞ്ഞ പ്ലേയേഴ്സിനെക്കാട്ടും ഭയങ്കര ടഫായൊരു പ്ലെയറാണ് ഗൈസ്. ഇത് കുറച്ചുകൂടി ചിന്തിക്കും ഗൈസ്. സോ ടു ദ ഇൻട്രോ. സോ ഗൈസ്, നമ്മൾ ചാലഞ്ച് മോഡാണ് എടുക്കുന്നത് ഗൈസ്. നമ്മൾ വൈറ്റ് തന്നെ കളിക്കണേ. സോ മാച്ച് സ്റ്റാർട്ടായി ഗൈസ്. സോ ഗൈസ്, നമുക്ക് എന്തോ പറയുന്നുണ്ട്. വാട്ട് എ പ്രിവിലേജ് ഇറ്റ് ഈസ് ഫോർ യു ടു പ്ലേ അഗെയിൻസ്റ്റ് മീ എന്നാണ് പറയുന്നത് ഗൈസ്. എന്ത് ഭാഗ്യമാണ് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കളിക്കാൻ എന്നാണ് പറയുന്നത് ഗൈസ്. നമുക്ക് നോക്കാം. ഞാൻ ക്വീൻസ് ഗാംബിറ്റ് കളിക്കാനാണ് നോക്കിയത്, പക്ഷേ അവൾ നൈറ്റ് കൊണ്ട് എൻ്റെ എന്താ പറയുക കിങ്സ് പോൺ പുഷ് ചെയ്യാൻ എൻ്റെ ഡിഫെൻഡ് ചെയ്തു ഗൈസ്. ഞാൻ നൈറ്റ് പുഷ് ചെയ്തു ഗൈസ് കയറ്റാൻ വേണ്ടിയിട്ട്, പക്ഷേ പറ്റിയില്ല. പോൺ കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അവൾ മറ്റേ ക്വീൻസ് പോൺ പുഷ് ചെയ്തോണെങ്കിൽ പറ്റില്ല. ഇനി ഗൈസ് അവൾ എൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്ന എനിക്കറിയായിരുന്നു, ഞാൻ കൊണ്ടത് വെച്ചു ഗൈസ്. ഗൈസ് ഇവിടെ ഞാൻ എൻ്റെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തിട്ട് വൈറ്റ് ബിഷപ്പിനെ കയറ്റാൻ നോക്കിയതാണ്, പക്ഷെ പറ്റിയില്ല. അതിപ്പോൾ അവൾ തന്നെ ക്യൂവിനെ പിൻ ചെയ്തത് കൊണ്ട് നമുക്ക് പറ്റിയില്ല. ഇത് അവിടെ പോൺ എക്സ്ചേഞ്ച്, നൈറ്റ് എക്സ്ചേഞ്ച് ആൻഡ് ക്വീൻ എക്സ്ചേഞ്ച് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റിനെ പുഷ് ചെയ്തിട്ട് എന്താ പറയുക വൈറ്റ് ബിഷപ്പിന് ഒരു അറ്റാക്ക് കൊടുക്കാം ഗൈസ്. എക്സ്ചേഞ്ച് ചെയ്യണേ പൊക്കോട്ടെ ഗൈസ്. എനിക്ക് ആ ഫ്രീ പോൺ കിട്ടി ഗൈസ്. ഗൈസ് അവളെൻ്റെ എന്താണ് അവിടേക്ക് നീക്കി ഗൈസ്. അവിടെ ഒരു ഫ്രീ പോൺ ഉണ്ട് ഗൈസ്. ഞാനിപ്പോൾ അവളെ അറ്റാക്ക് ചെയ്തു ഗൈസ്. എനിക്ക് എന്താ പറയുക പോൺ പുഷ് ചെയ്ത് ഞാനിപ്പോൾ അവൾ എൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് തിരിച്ച് പുഷ് ചെയ്തിട്ട് സേവ് ചെയ്തു ഗൈസ്. ഞാനവിടെ ആ പോണിനോട് ക്യാപ്ചർ ചെയ്തു ഗൈസ്. കാരണം ആ പോണിനെ അവിടെ ഇരുന്നിട്ട് വലിയ കാര്യമില്ല, നമുക്ക് അപ്പോൾ പോണിനെടുത്ത് കളയാം. നമ്മളൊരു ലാബ്രഡോർ റിട്രീവറിനെ പോലെ കളിക്കണമെന്ന് പറയണേ ഗൈസ്. കാണാം ഗൈസ്. അവിടെ എൻ്റെ ബിഷപ്പ് നൈറ്റ് എക്സ്ചേഞ്ച് ആയി ഗൈസ്. ഗൈസ് റൂക്സും എക്സ്ചേഞ്ച് ആയി ഗൈസ്. ഇത് വളരെ എൻ്റെ ഗെയിമിലേക്ക് പെട്ടെന്ന് കളയാണ് ചെയ്യണം ഗൈസ്. ഗൈസ് അവൾ പോൺസിനെ പുഷ് ചെയ്യാണ് ഗൈസ്. ഇത് പ്രശ്നമാണല്ലോ ഗൈസ്. ചെക്ക് വയ്ക്കാം. ഇത് പ്രശ്നമാണ് ഗൈസ്. ഇത് ടഫാണ് കളി ഗൈസ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ആലോചിക്കാം കുറച്ച് ഇഷ്ടമൊന്ന്. എനിക്ക് തോന്നുന്നത് ഇതിൽ നല്ല മൂന്ന് പറയണത് ഇത് ഏതാണെന്നാണ്. നമുക്കപ്പോൾ ആ പോൺസിനെ അറ്റാക്ക് ചെയ്യാം. ആൻഡ് അവൾ എൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തു, ഞാൻ പോൺ പുഷ് ചെയ്ത് സേവ് ചെയ്തു. എൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്തു, ഞാൻ പോൺ പുഷ് ചെയ്ത് സേവ് ചെയ്തു ഗൈസ്. അവളെ ഞാൻ റൂക്കിനെ അറ്റാക്ക് ചെയ്യണം, പ്ലസ് അവളെ ഞാൻ അറ്റാക്ക് ചെയ്ത പോണിനെ സേവ് ചെയ്തു. ഞാനിപ്പോൾ ഫ്രീ പോൺ ക്യാപ്ചർ ചെയ്തു ഗൈസ്. ചെക്ക് വയ്ക്കാം ഗൈസ്. ചെക്ക് മാറ്റി നമുക്ക് ആ പോണിനെ അറ്റാക്ക് ചെയ്യാം. ചെക്കാണ് പിന്നെയും ഗൈസ്. നമുക്ക് ചെക്ക് വെച്ച് പതുക്കെ പോവാം ഗൈസ്. പക്ഷെ നല്ല മൂന്നും കിട്ടണില്ലേ ഗൈസ്. പോൺ പുഷിങ് നല്ല മൂവേ തോന്നുന്നുണ്ട് ഗൈസ്. കാരണം ആ പോണിനെ അവൾ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവളുടെ പോൺ എടുക്കാം ഗൈസ്. ആൻഡ് ഷീ ഗേവ് മീ ദ ഫ്രീ പോൺ ആൻഡ് ഐ ടേക്ക് ദ അതർ ഫ്രീ പോൺ. സോ ഗൈസ് അവൾ ചെക്ക് വെച്ചു എനിക്ക് തോന്നി. പക്ഷേ ലക്ലി എൻ്റെ പോൺ അറ്റാക്ക് എന്താണ് ഇതാക്കിയിരിക്കുകയാണ്. ഡിഫെൻഡർ സപ്പോർട്ട് ഉണ്ട് ഗൈസ്. സോറി ഗൈസ്. എൻ്റെ അതർ പോണിനെ ടേക്ക് ചെയ്യാൻ നോക്കുകയാണ്. നമ്മുടെ ഏല പോണിനെയാണ് ടേക്ക് ചെയ്യാൻ നോക്കണത്. എനിക്കതാ തോന്നണത് ഗൈസ്. കാരണം അത് അറ്റാക്ക് ഉണ്ട് ഗൈസ്. ചെക്ക് വയ്ക്കാം. ചെക്ക് വെച്ച് പതിയെ നമുക്ക് കൊണ്ടുപോകാം. ഒരു പൊസിഷനെത്തും, നമുക്ക് കിട്ടും. അവളെടുത്തോട്ടെ ഗൈസ്. ഓ ഗൈസ് അവൾക്ക് വേറെ പ്ലാൻസ് ഉണ്ടല്ലോ. അങ്ങനെ എന്തായാലും പതിയെ എല്ലാം സേവ് ചെയ്ത് പോവാം ഗൈസ്. എനിക്കൊരു ഡബിൾ അറ്റാക്ക് കണ്ടു ഞാൻ ഗൈസ്, പക്ഷെ അവൾ മാറ്റി കണ്ടില്ല. എനിക്ക് ആ നേരത്തെ പൊസിഷനിൽ പോൺ പുഷ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ ബിഷപ്പിനെയും കിങ്ങിനെയും അറ്റാക്ക് കിട്ടും. അതിന് ഡബിൾ അറ്റാക്ക് എന്നാണ് പറയുക ഗൈസ്. അത് കിട്ടിയേനെ ഗൈസ്. പക്ഷെ അവളത് കണ്ടു, അതുകൊണ്ട് ബാക്കിലേക്ക് വെച്ചു ഗൈസ്. ചെക്കായിരുന്നു, മാറ്റി. ഞാൻ റൂക്കിനെ അറ്റാക്ക് ചെയ്തു. വെരി ഇംപ്രസീവ് എന്നാണ് പറയണത്. നമുക്ക് നോക്കാമല്ലോ. നമുക്കിപ്പോൾ അവളുടെ ഇപ്പോൾ പോകണമെന്നാണ്. എനിക്കിപ്പോൾ 1 2 3 4 5 പോണിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ഗൈസ്. സോ ഐ ആം ബേസിക്കലി വിന്നിങ് ഗൈസ്. ഗൈസ് അവളെൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തു, അതുകൊണ്ട് ഞാൻ അവളുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തു ഗൈസ്. ബിക്കോസ് ബോത്ത് ആർ സെയിം പോയിൻറ്റ്സ് ഗൈസ്. ഞാൻ എൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനൊന്നും ആദ്യം ചിന്തിച്ചത്, പിന്നെ പറ്റിയില്ല, വേണ്ടാന്ന് വിചാരിച്ചു ഗൈസ്.
അവളുടെ നൈറ്റിനെ ടേക്ക് ചെയ്തു. ഞാൻ ബ്ലണ്ടറായിരുന്നു ഗൈസ്, എനിക്കത് വെട്ടിയാൽ മതിയായിരുന്നു. ഗൈസ് ചെക്ക്. സോ ഐ ടേക്ക് ഇറ്റ് ആൻഡ് ഷീ ഗോട്ട് ദ റൂക്ക്. ഞാൻ ബ്ലണ്ടർ ചെയ്തു ഗൈസ് അവിടെ. ഐ ഷുഡ് ഹാവ് ടേക്കൺ ഇറ്റ് വിത്ത് ദ പോൺ എന്നത് കിങ്ങോട് ടേക്ക് ചെയ്തു. ഗൈസ് ഏറ്റവും അവസാനം എനിക്ക് ഏറ്റവും അവസാനം പോൺസിനെ പുഷ് ചെയ്ത് ഞാൻ ലക്കിലി അതൊരു ക്യൂവിൻ്റെ പ്രൊമോഷനിലേക്ക് എത്തിച്ചു ഗൈസ്. പോണിന് അൺസ്റ്റോപ്പബിൾ ആണ്. ഓ ഗൈസ് അവൾ പിൻ ചെയ്തു ഗൈസ്, എനിക്ക് ഇനി പോൺ പുഷ് ചെയ്യാൻ പറ്റില്ല. ഓ ബുദ്ധി ഗൈസ്. ഗൈസ് ഞാൻ ഇനി ആ പോൺ അൺസ്റ്റോപ്പബിൾ ആണ് ഗൈസ്. ക്വീനായി ഗൈസ്, വേറെ വഴിയില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ജയിക്കും, കാരണം എനിക്ക് 9 പോയിൻ്റ് ഉണ്ട്, അവൾക്ക് 5 പോയിൻ്റ് ഉള്ളൂ ഗൈസ് പീസസ് വെച്ച് നോക്കുമ്പോൾ. ഗൈസ് ഞാൻ 2 ക്യൂവിനെ ടേക്ക് ഇതാക്കാനാണ് നോക്കണം ഗൈസ്. ഗൈസ് സമ്മതിച്ചില്ല ഗൈസ്. അവൻ വന്നു ഗൈസ്, അല്ല അവൾ വന്നു ഗൈസ്, സോറി. ആൻഡ് ഹീ ഗേവ് മീ ദ റൂക്ക് ബിക്കോസ് വേറെ വഴിയില്ല ഗൈസ്. ഞങ്ങൾക്ക് പോണ പക്ഷേ ഇതൊരു ക്യൂവിനും കൂടി ഉണ്ടാക്കിയാലോ? ഗൈസ് അത് വേണ്ട ഗൈസ്, കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ക്യൂനാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മേറ്റ് ആവും ഗൈസ്. ക്യൂനാക്കണ്ട, അത് നല്ല പൊസിഷനല്ല ഗൈസ്. നമുക്കപ്പോൾ പതിയെ കിങ്ങിനെ കൊണ്ടുവരാം, വേറെ നല്ല വഴിയില്ല ഗൈസ്. കിങ്ങിനെ ഞാൻ ട്രാപ്പ് ചെയ്തു. ഇനി ഞാൻ 2 സ്ക്വയർ എന്താണ് A1 B1 മാത്രമേ നടക്കുള്ളൂ കിങ്. നമുക്കപ്പോൾ നമ്മുടെ കിങ്ങിനെ കൊണ്ടുവരാം. ആൻഡ് മെയ്റ്റ് ഗൈസ്, ദാറ്റ്സ് എ വണ്ടർഫുൾ മെയ്റ്റ് ഗൈസ്. നമുക്കത് നല്ല എളുപ്പത്തിൽ കിട്ടി. കുറച്ച് ടഫ് ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് ബ്ലണ്ടേഴ്സും കാണിച്ചു ഗൈസ്. ഐ ലെറ്റ് യു വിൻ എന്നാണ് പറയണത്, അവൾ തന്നെ വിട്ടെന്നാണ് പറയണേ. സോ ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.